നമ്മളിൽ പലരുടെയും സമാധാനം നഷ്ടപ്പെടുത്തുന്ന ഒരു 3 ലെറ്റേഴ്സിൻ്റെ കാര്യമാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. ഈ 3 ലെറ്റേഴ്സ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പിൽ അകൽച്ച വരും. അത് കുടുംബങ്ങളിലാകാം, പേഴ്സണൽ റിലേഷൻഷിപ്പിലാകാം. അതുപോലെ ഈ 3 ലെറ്റർ ഉള്ളിടത്ത് ആ ആളുകൾ എപ്പോഴും മറ്റുള്ളവരെ കമ്പയർ ചെയ്യും. ഒരിക്കലും മറ്റുള്ളവരുടെ അഭിപ്രായം അംഗീകരിക്കാൻ കഴിയുന്നവരുമല്ല. നിങ്ങളിപ്പോൾ ആലോചിക്കുമായിരിക്കും, ഈ സമാധാനം കളയുന്ന 3 ലെറ്റർ ഏതാണെന്ന്. പറയട്ടെ, EGO. ഈ 3 ലെറ്ററിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഈഗോ. നമ്മൾക്കറിയാം, ഈഗോ ഉള്ളിൽ വെച്ച് നടക്കുന്ന മനുഷ്യർ ഒരിക്കലും മറ്റുള്ളവർ പറയുന്ന കേൾക്കാൻ കഴിയുകയില്ല. അവർക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുകയില്ല. അവരെപ്പോഴും മറ്റുള്ളവരെ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കും. ഈ 3 ലെറ്റർ വലിയൊരു വില്ലനാണ് പല കുടുംബങ്ങളിലും, പല റിലേഷൻഷിപ്പിലും, പല ജോലി സ്ഥലത്തും ഒക്കെ. ഇതിനെ എങ്ങനെ നമ്മൾ തരണം ചെയ്യാം എന്നുള്ളത് ഈ വീഡിയോയുടെ ലാസ്റ്റിൽ ഞാൻ പറയുന്നുണ്ട്. ശ്രദ്ധിച്ച് കേൾക്കുക. ഒരു ഫേമസ് റൈറ്ററായ റയാൻ ഹോളിഡേ പറയുന്നത്, ഈഗോ ഈസ് എ എനിമി ഓഫ് വാട്ട് യു വാണ്ട് ആൻഡ് വാട്ട് യു ഹാവ്. പറയുന്നതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, നമ്മൾക്ക് എന്ത് വേണമോ അത് നമ്മളെ എത്തിച്ചു തരാൻ, ആ ഒരു സ്റ്റേറ്റിലോട്ട് നമ്മളെ എത്തിക്കാത്ത വലിയൊരു ഫാക്ടർ ഈഗോ ആണ്. നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ മതി. നമ്മളുടെയൊക്കെ കുടുംബങ്ങളിലും നമ്മളുടെയൊക്കെ ഉള്ളിൽ പല തവണയും കടന്നു വന്നിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് ഈഗോ. എൻ്റെ പല കാര്യങ്ങളിലും ഞാൻ ഈഗോ കാണിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര മടിയുള്ള ഒരാളായിരുന്നു മറ്റുള്ളവരോട് സോറി ചോദിക്കാൻ. പക്ഷേ എൻ്റെ ഉള്ളിലെ ഈഗോയുടെ ഒരു കാരണം ഞാൻ കണ്ടുപിടിച്ച്, ഞാൻ ചെയ്ത തെറ്റാണെങ്കിൽ എനിക്ക് മറ്റുള്ളവരോട് സോറി പറയാനോ പോയി ക്ഷമ ചോദിക്കാനോ, അതേത് പ്രായമായിക്കോട്ടെ, എന്നേക്കാൾ മൂത്തതായിക്കോട്ടെ, എന്നേക്കാൾ ഇളയതായിക്കോട്ടെ, ആരോ ആയിക്കോട്ടെ, എൻ്റെ ഉള്ളിൽ ഈഗോയുടെ എന്തെങ്കിലും ഒരു പാർട്ടുണ്ടെങ്കിൽ അതെടുത്ത് കളയുവാൻ ഞാൻ ഓരോ ദിവസവും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളൊന്ന് ചിന്തിക്കൂ. എൻ്റെ ഉള്ളിൽ ഈ ഒരു 3 ലെറ്റർ ഉള്ളത് കൊണ്ട് എനിക്ക് മറ്റുള്ളവരോട് സമാധാനത്തോടെ പെരുമാറാൻ കഴിയുന്നില്ല. എൻ്റെ കുടുംബത്തിൽ എനിക്ക് സ്നേഹിക്കാൻ കഴിയുന്നില്ല. എനിക്ക് നല്ല സുഹൃത്തുക്കളെ കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ കുടുംബത്തിൽ സമാധാനമില്ല. ബന്ധുക്കളുടെ ഇടയിൽ സമാധാനമില്ല. ചിന്തിക്കൂ, നിങ്ങളുടെ ഉള്ളിലെ ഈ 3 ലെറ്റേഴ്സ് ആയിരിക്കും ഈ വലിയ പ്രശ്നങ്ങൾക്കൊക്കെയും കാരണം. ഈഗോ അവോയ്ഡ് ചെയ്യാൻ 2 സിമ്പിൾ ടെക്നിക്ക് ഞാൻ പറഞ്ഞു തരാം. 1, ടേക്ക് എ 10 സെക്കൻഡ് പോസ്. നമുക്കിഷ്ടമില്ലാത്ത കാര്യങ്ങളോ നമുക്കിഷ്ടമില്ലാത്ത സാഹചര്യങ്ങളോ നമ്മളുടെ മുന്നിൽ പെടുകയാണെങ്കിൽ, നമ്മൾ ആ സാഹചര്യത്തിൽ പോയി പെടുകയാണെങ്കിൽ, മൈൻഡ്ഫുള്ളായി നിന്ന് ഒരു 10 സെക്കൻഡ് ആലോചിക്കുക, ഞാനിവിടെ പ്രതികരിക്കണമോ വേണ്ടായോ എന്ന്. നമ്മളുടെ പ്രതികരണം മൂലം ആ ബന്ധം നഷ്ടപ്പെടുകയോ നമ്മളുടെ പ്രതികരണം മൂലം വലിയ വഴക്കുകൾക്കും ബുദ്ധിമുട്ടുകൾക്കും കാരണമാകുന്നെങ്കിൽ ആ 10 സെക്കൻഡ് പോസ് നിങ്ങളെ തന്നെ റിയലൈസ് ചെയ്യുവാൻ നിങ്ങളുടെ ബോഡിക്ക് പറ്റും. ആ 10 സെക്കൻഡ് നിങ്ങൾ വെയിറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ വരുന്ന ആ ഫ്രസ്ട്രേഷനും ആ ബുദ്ധിമുട്ടും ഒക്കെ കുറയും. 2ാമത്തത്, താങ്ക് യു പറയാൻ ശീലിക്കുക. നമ്മളിൽ മിക്കവരും താങ്ക് യു പറയുന്നവരായിരിക്കും. പക്ഷെ താങ്ക് യു നമ്മുടെ ഉള്ളിൽ നിന്ന് പറയുമ്പോൾ നമ്മൾക്കുള്ളിൽ തന്നെ ഒരു ബോധം വരും, നമ്മൾ ഈ ഭൂമിയിൽ നിൽക്കുന്നതോ നമ്മൾ ഉപയോഗിക്കുന്നതോ നമ്മൾ ചെയ്യുന്നതോ ആയ പല കാര്യങ്ങളും നമ്മളുടെ ആരുടെയും ഹാർഡ് വർക്ക് കൊണ്ട് കയ്യിൽ വന്നതല്ല. മറ്റുള്ളവരുടെ ഒക്കെ കഷ്ടപ്പാടിൻ്റെ ഒരു ഫലമാണ് ഈ നിൽക്കുന്ന ഇന്നത്തെ ഞാൻ എന്നുള്ള ബോധ്യം വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ താങ്ക് യു വരും. അപ്പം ഈഗോ മാറ്റുവാൻ ഈ 2 ടെക്നിക്ക് യൂസ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതാണ് എന്നെ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഈ വീഡിയോ ആർക്കെങ്കിലും പ്രയോജനപ്പെടുന്നെങ്കിൽ പ്ലീസ് ഷെയർ ഇറ്റ്. സ്റ്റേ ട്യൂൺഡ്. ബൈ.